അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട ആയിദ് ബിൻ അംർ റളിയല്ലാഹുവിൻ്റെ തൊട്ട് ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ടിരിക്കുന്നു. അന്ന റജുലൻ അതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്അലുഹു ഫഅതാഹു. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ട് വന്നിട്ട് എന്തോ കേക്കട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് കൊടുക്കും. അപ്പോൾ അയാൾ യാചിച്ചുണ്ടായിരിക്കും പണ്ടേ. അപ്പോൾ നബി തങ്ങ കൊടുക്കും. ഫലമ്മ വല റിജലഹു അലാ ഉസ്കുഫത്തിൽ ബാബ്. അങ്ങനെ അയാൾ പോയിട്ട് പടിയുടെ ഇഴിഞ്ഞിട്ട് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചെല്ല് ലൗ യഅലമൂന മാ ഫിൽ മസ്അലതി മാ മശാ അഹദുൻ ഇലാ അഹദിൻ യസ്അലുഹു. യാചന അഥവാ ബേങ്കടത്തിൽ ഉള്ളതായ എഫക്റ്റ് ഒരാൾ ഗൊന്തുന്നുണ്ടായെങ്കിൽ, മനുഷ്യന്മാർ ഗൊന്തുന്നുണ്ടായെങ്കിൽ അങ്ങ് ഒരാളിട്ട് അങ്ങനെ കാര്യത്തെ അങ്ങ് ബേങ്ങെല്ലാം തീട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചെല്ലും. അപ്പോൾ യാചന, ബേങ്ങൽ ഇതെല്ലാം ഇസ്ലാം പ്രോത്സാഹിക്കുന്ന കാര്യമല്ല. അതിൽ കൂടെ മനുഷ്യന്മാർക്ക് ബാഹ്യമായിട്ട് ഒരു ലാഭം കണ്ടെങ്കിലും യാചിക്കുമ്പോൾ ബേങ്ങുമ്പോൾ മനുഷ്യന്മാരുടെ തണ്ടറല്ലേ. അപ്പോൾ ഒന്ന് പിന്നെ ബാഹ്യമായിട്ട് അതൊരു കൊസി പോലെ ആയെങ്കിലും അതിൽ കൂടെ കുറേ എഫക്റ്റിങ് ഉണ്ട്, നമുക്ക് അറിയാത്ത കുറേ എഫക്റ്റിങ് ഉണ്ട്. അങ്ങനെ ആ എഫക്റ്റ് മാത്രം മനുഷ്യന്മാർ കൊന്നുണ്ടായെങ്കിൽ അതിൽ ഉണ്ടാവിടെ തൊന്തര മനുഷ്യർ കൊന്നുണ്ടായെങ്കിൽ അങ്ങ് ഒരിക്കലും ഇന്നത്തോട്ട് പോയിട്ട് ബേങ്ങെല്ലാം തീണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചെല്ലും. അപ്പോൾ അതിൽ പിന്നെ ദുനിയാവിലും എഫക്റ്റാണ്, ആഖിറത്തിലും എഫക്റ്റാണ്. ആ എഫക്റ്റ് അറിഞ്ഞത് കൊണ്ടായിട്ട് പണ്ടത്തെ മഹാന്മാരെല്ലാം എത്ര കഷ്ടമായെങ്കിലും ഭാരി സൂക്ഷ്മതയിലങ്ങ് ജീവിച്ചുകൊണ്ടിരുന്നാർ. എത്ര കേൾക്കാണ്ട് ജാഗ്രത ആക്കേണ്ടിരുന്നാർ. പിന്നെ സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ വലിയ കഷ്ടത്തുള്ളതായ ഫക്കീറന്മാരെ സംബന്ധിച്ചിട്ട് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ചെന്ന യഹ്സബുഹുമുൽ ജാഹിലു പിന്നെ അഗ്നിയ പിന്നെ അങ്ങനെ മനുഷ്യന്മാർ അങ്ങനെ സംബന്ധിച്ച് ഗൊന്തിലത്തെ ആൾമാർ അങ്ങനെ പേടിക്കുവാർ അങ്ങനെ സ്വന്തരല്ലേ ഞങ്ങൾക്ക് കൊണ്ടുപോകാണ്ട്. അതേ സന്ദർഭത്തിൽ അങ്ങനെന്താക്കല്ലേ ഒരാളിട്ട് കേൾക്കല്ലേ. ലാ യസ്അലുന്നാസ ഇൽഹാഫൻ. ആ മനുഷ്യന്മാട്ടൊരു ഒത്തയത്തെന്ത് കേൾക്കല്ലേ, ഭയപ്പെട്ട് കേൾക്കട ജാത്തിയായിരുന്നല്ല. അപ്പോൾ അങ്ങ് കേൾക്കാത്തപ്പോൾ മനുഷ്യന്മാർ പേടിക്കുവാൻ തൊന്തരല്ല പോവാം, അയാൾക്ക് ഉണ്ട് തൊന്തരല്ലാണ്ട്. പക്ഷേ അങ്ങനെ ഉൽഗത്തെ വിഷയം എനിക്ക് കൊന്തിക്കൽ കഷ്ടം, അങ്ങനെ കഷ്ടം എനിക്ക് കൊന്തിക്കലായെങ്കിലും മര്യാദ വെച്ചിട്ട് അങ്ങനെ എന്താക്കില്ല മനുഷ്യന്മാരുടെ യാചിക്കില്ല. അപ്പോൾ കാരണം എന്താ, അതിൽ ആ യാചന കൂടെ ഒരുപാട് എഫക്റ്റ് ഉണ്ടാവും. നമുക്ക് എന്നുള്ള ഹദീസിൽ കാണും, മൻ ഫതഹ അലാ നഫ്സിഹി ബാബ മസ്അലത്തിൻ മിൻ ഗൈരി ഫാഖത്തിൻ നസലത്ത് ബിഹി. ഒരാൾ കഷ്ടമില്ലാണ്ട് പിന്നെ ബായ് തുറന്നിട്ട് ഒരാൾ മനുഷ്യന്മാരുടെ യാചിക്കോ തുടങ്ങിയിട്ടാണെങ്കിൽ ഫതഹല്ലാഹു അലൈഹി ബാബ ഫാഖത്തിൻ, ദാരിദ്ര്യത്തെ ഡോർ അള്ളാഹു അയാൾക്ക് തുറന്നു കൊടുക്കണം. പിന്നെ മരിക്കത്തോളം അയാൾക്ക് ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ടി പണ്ട്. അപ്പോൾ മിൻ ഗൈരി ഫാഖത്തിൽ ഭയങ്കര കഷ്ടമുണ്ടായി പിന്നെ മനുഷ്യന്മാരെന്താക്കല്ലേ ജീവിക്കണമല്ലോ. അങ്ങനെ കഷ്ടത്തിൽ ചിലപ്പോൾ ഭയങ്കര ഒരവസ്ഥ ഉണ്ടാവുള്ളൂ. അതേ സന്ദർഭത്തിൽ കഷ്ടമില്ല, തൊന്തരമില്ല, തെല്ല് പിന്നെ അധ്വാനിച്ചെങ്കിൽ എന്താവുള്ളൂ. പക്ഷെ എന്നെ ജീവിത ശാന്തത്തിൽ പോകുന്നുണ്ടായെങ്കിൽ പിന്നെ അത് ആ നിലയ്ക്ക് ഇക്കുമ്പോൾ പിന്നെയും മനുഷ്യന്മാരോട്ട് പോയിട്ട് ബേങ്ങലുണ്ടായെങ്കിൽ ആ ബേങ്ങൽ കൂടെ ഉണ്ടവിടെ പിന്നെ പരിണാമം എന്താ വെച്ചെങ്കിൽ മരിക്കത്തോളും അയാൾ ബേങ്ങണ്ടിക്കട് അയാൾ ആവശ്യം അല്ലാഹു ഇലേരിച്ച് കൊടുക്കല്ലാണ്ട്. പിന്നെ ഇന്നൊരു ഹദീസിൽ കണ്ട് അയാൾ മനുഷ്യന്മാരിട്ട പിന്നെ ബായ് തുറക്കു തുടങ്ങിയെങ്കിൽ മരിക്കത്തോളം അയാളുടെ ബായ് എന്താവില്ല മുച്ചില്ലാണ്ട് ചെന്നെങ്കിൽ പിന്നെ ബേങ്ങണ്ടിക്കണോടും ലൈഫ് ലോങ് ബേങ്ങലായിട്ടിക്കും. ലാ യസാലുൽ മസ്അലതു ബി അഹദിക്കും ഹത്താ യൽഖല്ലാഹ തആല വലൈസ ഫീ വജ്ഹിഹി മുസ്അത്തു ലഹ്മിൻ. പിന്നെ ആഖിറത്തിൽ അയാൾക്ക് പിന്നും എഫക്റ്റായിട്ടിരിക്കും. മനുഷ്യന്മാരൊട്ട് ഇങ്ങനെ ബേങ്ങി നടക്കുന്ന ആൾമാർ ആവശ്യത്തിലല്ല ആവശ്യമില്ലാണ്ട് ബേങ്ങി നടക്കുന്ന ആൾമാർ അങ്ങ് ആഖിറത്ത് അള്ളാഹുടെ കണ്ടുമുട്ടുമ്പോൾ അങ്ങനെ മോത്തിൽ ഒരു കൂലി അച്ചിക്കല്ലാണ്ട് അങ്ങനെ ചെല്ലേ മോത്ത് തോലില്ലാണ്ട് അങ്ങനത്തെ ഒരവസ്ഥയിലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ ഇടയിൽ ഒരു എന്താണ് ഒരു ജില്ലത്ത് ഒരു ഷേമായിട്ട് കിടക്കുന്ന ആഖിറത്തിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ദുനിയാവുടെയും ആഖിറത്തിലും ഒരുപാട് എഫക്റ്റ് ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും യാചിക്കുന്നത്. അപ്പോൾ ആയത്തിന് മര്യാദയിൽ ജീവിക്കുക ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നതായിരിക്കും മനുഷ്യ ഇസ്സത്ത്.
അതേ സന്ദർഭത്തിൽ യാചിച്ചിട്ട് ഒരാൾ ബന്ധു ചെന്നിട്ടു അയാളെ ഞങ്ങൾ ഒരിക്കലും എന്താക്കോ തീരാ ക്ഷേമാക്കോ തീരാ. ചില മനുഷ്യന്മാരുണ്ട് ഇങ്ങനെ ബേങ്ങടെ പണ്ട് ആൾമാരോട്ട് എൻക്വയറി ആക്കടെ പിടിച്ചിട്ട് മെഡിക്കലാക്കടെ. അങ്ങനൊന്നും ഇസ്ലാം ചെന്നിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുക. വാമസായിലെ ഫല തൻഹർ, നിങ്ങൾ മനുഷ്യന്മാർ അമ്മസായിലെ ഫല തൻഹർ ചെന്ന് പിന്നെ കേട്ടോണ്ട് പണ്ട് ആൾമാർ നിങ്ങൾ എന്താക്കണ്ട ജരയണ്ട, നിങ്ങൾ അങ്ങനെ ഗോജാക്കണ്ട, എന്തെങ്കിലും മാന്യമായിട്ട് അങ്ങോട്ട് പെരുമാറിയിട്ട് എനിക്ക് എന്തെങ്കിലും കൊടുക്കൂ. ഇനി കൊടുക്കുക നിങ്ങളുടെ എന്തില്ലാണ്ടായെങ്കിൽ അങ്ങോട്ട് മാന്യമായിട്ട് പെരുമാറും, നല്ല പലക്ക് കൊണ്ട് അങ്ങനെ സമാധാനമൊക്കെ കടത്തോറും. അപ്പോൾ അല്ലാണ്ട് അങ്ങനെയായിട്ട് ഗോജാക്കടെ അങ്ങോട്ട് എൻക്വയറി ആവശ്യമുണ്ടല്ലേ. അപ്പോൾ പിന്നെ മനുഷ്യന്മാർ കേൾക്കേണ്ടതിൽ ഇസ്ലാം പ്രോത്സാഹിക്കില്ല. അതുപോലെ കേട്ടങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കില്ല ഇസ്ലാം വഴിപാട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും മരിക്കത്തോളും നല്ല ഇസ്സത്തിലും അന്തസ്സിലും അഭിമാനത്തിലും ജീവിക്കുള്ള നല്ല ജീവൻ അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാ കാര്യത്തിലും അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. ഫളി സ്വല്ലല്ലാഹു അലൈഹി